നമസ്കാരം. ലോകസഭയിൽ രാഹുൽ ഗാന്ധിയെ ചവിട്ടിക്കൂട്ടിയിരിക്കുകയാണ് അമിത്ഷാ. അതായത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റിന്റെ അന്തസ്സ് കെടുത്തുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റമെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സഭയിലെ താഴ്ന്ന ഹാജർ നിലയും കണ്ണിറക്കലും ഫ്ലൈയിങ് കിസും പോലുള്ള പാർലമെന്ററി വിരുദ്ധമായ പ്രവൃത്തികളും ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് ഇന്ത്യ സഖ്യം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം സഭയിൽ അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. പ്രതിപക്ഷ അംഗങ്ങളുടെ മൈക്ക് ഓഫാക്കുന്നുവെന്നും ഏകപക്ഷീയമായി സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി മാറ്റിക്കുറിച്ച നിരവധി സുപ്രധാന ബില്ലുകൾ പാസാക്കിയെടുത്തത് ഓം ബിർളയുടെ നേതൃത്വത്തിലാണ് എന്നാണ് NDA നേതാക്കൾ അക്കമിട്ട് നിരത്തി പറഞ്ഞത്. ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ മുൻകാലങ്ങളിലെ സഭാ പെരുമാറ്റങ്ങൾ ഓരോന്നായി അമിത്ഷാ എടുത്തു പറഞ്ഞപ്പോൾ ഭരണപക്ഷം വൻ കര ആഘോഷത്തോടെയാണ് എതിരേറ്റത്. സഭയുടെ ജനാധിപത്യ മൂല്യങ്ങളെ പാതാളത്തോളം താഴ്ത്തുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റമെന്നും ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് അമിത്ഷാ ലോകസഭയിൽ പറഞ്ഞത്. സ്പീക്കറെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്ന പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പാർലമെന്ററി സംവിധാനത്തെയാണ് അപമാനിക്കുന്നതെന്നാണ് ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞത്. ചർച്ചയിലുടനീളം പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന മറുപടികളാണ് അമിത്ഷാ നൽകിയത്. ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നവർക്ക് രാജ്യം മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഗൗരവമില്ലാത്ത ഉത്തരവാദിത്തമില്ലാത്ത സമീപനത്തെ നിശ്ചിതമായി തന്നെ വിമർശിച്ചു. പാർലമെന്റിന്റെ പ്രധാന സമ്മേളനങ്ങൾ ചേരുന്ന വേളകളിലെല്ലാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒന്നേ വിദേശയാത്രയിലായിരിക്കും, അല്ലെങ്കിൽ പാർലമെന്റിൽ വന്നിരുന്ന് ഉറങ്ങും. എന്നിട്ട് സഭയിൽ തനിക്ക് സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. 15, 16, 17 ലോകസഭകളുടെ സമ്മേളന കണക്കുകൾ ഉദ്ധരിച്ചാൽ പാർലമെന്റിന്റെ രാഹുലിന്റെ ഹാജർ രേഖ ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ്. 17ാം ലോകസഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ നില 51 ആയിരുന്നു. ദേശീയ ശരാശരി 66%. 16ാം ലോകസഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ നില 52%. ദേശീയ ശരാശരി 80%-ൽ താഴെ. 15ാം ലോകസഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ 43%. ദേശീയ ശരാശരി 46%. പത്രസമ്മേളനത്തിനിടെ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ലോകസഭയിൽ ചർച്ച നടത്താൻ ശ്രമിച്ചതിനും അത്തരമൊരു ചർച്ച അനുവദനീയമല്ലാത്തതിനാൽ സ്പീക്കർ വിസമ്മതിച്ചതുമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവരാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നീക്കമുണ്ടായത്. ഒന്നേ രാഹുൽ ഗാന്ധി വന്നിരുന്നിട്ട് ലോകസഭയിൽ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കൂകി വിളിക്കും, അല്ലെങ്കിൽ ഫ്ലൈയിങ് കിസ് അടിക്കും, അല്ലെങ്കിൽ മോദി നോക്കി കിസ് അടിക്കും, കണ്ണിറക്കി കാണിക്കും. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചർച്ച നടത്താനായിട്ട് നാളെ ഒരു ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നാളെ ആകുമ്പോൾ തന്നെ ഏതെങ്കിലും വിദേശത്തേക്ക് പോകും. അപ്പോൾ പിന്നെ എങ്ങനെ ചർച്ച നടത്തും? എന്നിട്ട് എനിക്ക് ചർച്ച നടത്താൻ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി വന്നിരുന്ന് പ്രസംഗിക്കും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം എന്ന് അമിത്ഷാ ലോകസഭയിലേക്ക് എടുത്തിട്ടതും രാഹുൽ ഗാന്ധിയെ അമിത്ഷാ ഇന്ന് ചവിട്ടിക്കൂട്ടിയതും.